ഉറങ്ങുമ്പോൾ എങ്ങോട്ട് തലവെക്കണം? വാസ്തുശാസ്ത്രം പറയുന്നത് എന്ത്? കല്ലും മണ്ണും മരങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ചേർത്ത് ഒരു മനുഷ്യൻ വീട് നിർമ്മിക്കുമ്പോൾ അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പാതയിൽ സമൃദ്ധിയും ഐശ്വര്യവും എന്നും തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്ന അക്ഷയപാത്രമാണ് അവൻ നിർമ്മിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. കാഴ്ചയ്ക്ക് ഭംഗിയും സ്ഥലത്തിൻ്റെ പരിപൂർണമായ ഉപയോഗവും മുൻനിർത്തി ഒരു എഞ്ചിനീയർ കെട്ടിടം പണിയുമ്പോൾ ആ കെട്ടിടമെന്നും സൗഭാഗ്യം തരുന്ന നിത്യ സ്രോതസ്സാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഒരു വാസ്തു കൺസൾട്ടൻറ്റിൻ്റെ പണി. ഈ അവസ്ഥയിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള വാസ്തു എന്ന് നമുക്ക് നോക്കാം. ഉറങ്ങുമ്പോൾ തല ഏത് ദിശയിൽ വയ്ക്കാം? പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ? കിഴക്കുത്തമം, ആകാം തെക്കോട്ട്, അരുതേ പടിഞ്ഞാറ്, വടക്ക് തലയും വടക്ക് വയ്ക്കരുത്. കിഴക്ക് ഉത്തമം. ഉത്തമം പറയുന്നത് കിഴക്കോട്ട് തന്നെയാണ്. പണ്ടുള്ളവർ കൂടുതലായിട്ട് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. സന്യാസികളും ആധ്യാത്മിക ഉയർച്ച ആഗ്രഹിക്കുന്നവരും കിഴക്കോട്ടേക്ക് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. തലയ്ക്ക് മുകളിൽ വരുന്ന സഹസ്രാര ചക്രത്തിലേക്ക് പ്രാണൻ കൂടുതലായി പ്രവഹിക്കാനും പ്രപഞ്ചബോധവുമായി ബന്ധപ്പെടാനും ഇത് സഹായിക്കുന്നു. ആകാം തെക്കോട്ട്. കുടുംബജീവിതം നയിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് നല്ലത്. ഇത് ജീവശക്തി കൂട്ടാനും പ്രവർത്തനക്ഷമത കൂട്ടാനും ധനസമ്പാദനത്തിനുമായി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഒരാളെ പ്രാപ്തനാക്കും. അരുതേ പടിഞ്ഞാറ്. പടിഞ്ഞാറ് തലവെച്ച് കിടക്കുന്നത് രോഗങ്ങൾക്ക് കാരണമാകും. യഥാർത്ഥത്തിലുള്ള ഊർജ്ജപ്രവാഹം ശരീരത്തിലേക്ക് വരാത്തതിനാൽ ആലസ്യത്തിനും മാറ്റിവെക്കലിനും ചിലവ് കൂടുതലിനും ഇത് കാരണമാകും. സൂര്യൻ അസ്തമിക്കുന്ന ദിശയാണ് പടിഞ്ഞാറ്. ആയതിനാൽ തന്നെ ശരീരത്തിൽ നിന്ന് ഊർജ്ജം നഷ്ടപ്പെടുന്ന ദിശയാണ് ഇത്. പടിഞ്ഞാറ് തലവെച്ച് കിടക്കുന്നത് ഉത്തമമല്ല. വടക്ക് തലയും വടക്ക് വയ്ക്കരുത്. വളരെ മോശമായ തലയായാൽ പോലും വടക്ക് വശത്ത് തലവെച്ച് കിടക്കരുത് എന്നാണ് കാരണവന്മാർ പറയുന്നത്. കാരണം വടക്കു തലവെക്കുന്നത് മാനസിക പിരിമുറുക്കങ്ങൾക്കും ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നതിനും കാരണമാകും. നമ്മുടെ ഉറക്കത്തിനെ ദിശ നോക്കുന്നതിൽ ശാസ്ത്രീയമായി വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ ധാതുക്കളും ലവണങ്ങളും അയൺ കണ്ടൻസും എല്ലാം ഉള്ളത്. എന്നാൽ എല്ലാ ദിവസവും തുടർച്ചയായി ഒരുപോലെ ആവർത്തിച്ചു വന്നാൽ അവയുടെ പ്രവർത്തനം വീടിൻ്റെയും ജോലിസ്ഥലത്തിൻ്റെയും അന്തരീക്ഷത്തിലെ താളവുമായി ഏകോപിപ്പിക്കാൻ കാരണമാകും. ഒരു കാന്തത്തിന് നോർത്ത് പോൾ, സൗത്ത് പോൾ എന്നീ 2 പോളുകളുണ്ട്. ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂമിയുടെ നോർത്ത് പോൾ ഉത്തരധ്രുവം പോസിറ്റീവായ മുകൾ ഭാഗവും ദക്ഷിണധ്രുവം നെഗറ്റീവായ തെക്കുവശവുമാണ്. മനുഷ്യൻ്റെ പോസിറ്റീവ് പോൾ തലഭാഗവും നെഗറ്റീവ് പോൾ കാൽഭാഗവുമാണ്. ഒരു റീചാർജ് ബാറ്ററിയുടെ പോസിറ്റീവായ മുകൾ ഭാഗവും നെഗറ്റീവായ താഴ്ഭാഗവും പോലെ തന്നെയാണ് ഇത്. ഉറക്കം ഒരു റീചാർജിങ് ആണ്. നമ്മുടെ പോസിറ്റീവായ തലഭാഗവും ഭൂമിയുടെ നെഗറ്റീവായ തെക്കുഭാഗവും അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവായ കാൽഭാഗവും ഭൂമിയുടെ പോസിറ്റീവായ വടക്കുഭാഗവും നേർക്കുനേർ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചാർജിങ് നടക്കുക. ഇത് കൂടുതൽ ശരീരത്തെ ഊർജ്ജസ്വലമാക്കി ക്രിയാശക്തി വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി മുന്നേറാനും തൊഴിൽപരമായി നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ധനുർധരന്മാർ തെക്കോട്ട് തലവെച്ച് കിടക്കണമെന്ന്. നമ്മുടെ ക്രിയാശക്തി വർദ്ധിക്കുന്നതാണ് സാമ്പത്തികമായുള്ള സമൃദ്ധിക്ക് കാരണം. വാസ്തുശാസ്ത്രത്തിലെ ഓരോ സിദ്ധാന്തങ്ങളും വളരെ ആഴമേറിയ ശാസ്ത്രീയമായ വശങ്ങളെ ശാസ്ത്രമായി കാണാതെ അന്ധവിശ്വാസമായും കാലപ്പഴക്കം ചെന്ന വസ്തുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുമാണ് മാനവരാശിക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നത്.